Welcome to My Choice Puttupudi and Spices Fun Family. ഇന്നത്തെ നമ്മുടെ ഫൺ ഫാമിലി എപ്പിസോഡിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആക്ടർ ശിവജി ഗുരുവായൂരിൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ദ പേഴ്സൺ നെക്സ്റ്റ് ഡോർ എന്നുള്ള ടൈറ്റിൽ ഉൾപ്പെടുന്ന ആക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. ഒരുപാട് സിനിമകൾ, ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അല്ലേ? സോ കം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ്, ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കാരണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സംസാരിക്കാനായിട്ട് ഇപ്പോൾ എവിടെയാ പോകുക? സംസാരിക്കാനിപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളർ കിട്ടില്ല. കാരണം ഇതൊരു പഴയ നാടകക്കാരൻ്റെ വീടല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ സ്ഥിരം പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നല്ല കാറ്റുകൊണ്ട് വിശാലമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റേജ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെയാണോ പ്രാക്ടീസ് ഒക്കെ നടത്തുന്നത്? ഇവിടെ പ്രാക്ടീസ്, നാടകത്തിന്റെ പ്രാക്ടീസ് നടക്കും, നാടക അവതരണം നടക്കും, സിനിമ പ്രദർശനങ്ങൾ നടക്കും, ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനങ്ങൾ, ചെറിയ ചെറിയ ഉദ്ഘാടനങ്ങൾ, കലാപരമായിട്ടുള്ള എല്ലാം നടക്കും. എല്ലാം ഇവിടെ തന്നെ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇവിടെ സ്റ്റേജിൽ നാടകമൊക്കെ അരങ്ങേറുന്ന സമയത്ത് ചേച്ചിയുടെയും സാന്നിധ്യം ഉണ്ടാവാറുണ്ടോ? ഇവിടെ ചേച്ചി അഭിനയിക്കുന്നുണ്ടല്ലേ? കുടുംബസമേതമാണ് അഭിനയിക്കുന്നത്. മക്കളും ഒക്കെ ജോയിൻ ചെയ്യാറുണ്ട്? ഓക്കെ ഓക്കെ. ഞങ്ങള് അടിസ്ഥാനമായിട്ട് നാടക പ്രവർത്തകരാണ്. പ്രൊഫഷണൽ നാടകത്തിലായിരുന്നു നേരത്തെ. കല്യാണം കഴിഞ്ഞിട്ടും 2 മക്കളായിട്ടൊക്കെ നാടകം കളിച്ചിരുന്നു. പിന്നെ കുറെ ഇപ്പൊ ഏട്ടന്റെ അമ്മ വയ്യാതെയൊക്കെ ആയിട്ട് പിന്നെ മരിച്ചു. പിന്നെ നാടകത്തിന് പോയിട്ടില്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ കുറച്ച് നാളായിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ നാടകമല്ല, അമേച്ചർ നാടകമല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക്. ചേച്ചി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യല്ലേ? ജോലിയൊക്കെ തീർത്തില്ലേ? പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ? അപ്പൊ എന്തായാലും ഫ്രീ ആയി നമുക്ക് പോവാം. നമുക്ക് 3 പേർക്കും കൂടെ അങ്ങ് പോവാം. കുട്ടാടമ്പാടം എന്ന് പറയും. കുട്ടാടമ്പാടം ഇവിടെ ഒരു കാലത്ത് നന്നായി കൃഷി ചെയ്തായിരുന്നു. ഞാനൊക്കെ ഇവിടെ കൊയ്യാനും ഭരിക്കാനൊക്കെ വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. 2000 ഏക്കർ കുട്ടാടമ്പാടുണ്ട്. പക്ഷേ പോകെ പോകെ കൃഷിയൊന്നും നശിച്ചു. പിന്നെ ആരും കൃഷി ചെയ്യാണ്ടായി. ഇതിങ്ങനെ വെറുതെ കിടക്കുന്ന ഒരു ഭൂമിയായി മാറി. ഇപ്പോൾ കുറച്ച് 2-4 വർഷമായിട്ട് നമ്മളെ ഇറിഗേഷൻ വകുപ്പൊക്കെ ജലസേചന ഇതൊക്കെ ആയി. പിന്നെ കൂട്ടത്തോടു കൂടി കൃഷി ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വയലാണത്. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം കൊയ്യാനൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ 2 മക്കളുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ചേച്ചി നമ്മൾ ഇങ്ങനെ സംസാരിച്ച സമയത്ത്. അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? പേരെന്തൊക്കെയാണ്? മൂത്ത മകൻ കഥകളി ആർട്ടിസ്റ്റാണ്. അവൻ്റെ പേര് വൈവസ്വതമനു. അതാണ് പ്രശ്നം. വൈവസ്വതമനു. മനു എന്ന് വിളിച്ചാൽ മതി. ആദ്യ പുരുഷൻ എന്നുള്ള ഒരു സൂര്യമന്ത്രത്തിലൊക്കെ ഉള്ളതാണ് അത്. വൈവസ്വതായ നാമകാണ്. അവൻ കഥകളി ആർട്ടിസ്റ്റാണ്. കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങി ഇപ്പോൾ അവൻ എറണാകുളത്ത് കഥകളി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആള് സൂര്യലാൽ. അവൻ എന്നോടൊപ്പം നാടകം കളിക്കുന്നുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ചേട്ടൻ എത്രാമത്തെ വയസ്സിലാണ് നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങുന്നത്? നാടകത്തിനെ കുറിച്ച് അറിയണതിൻ്റെ മുമ്പ് ഞാൻ നാടകം അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം സ്കൂളിലൊക്കെ എല്ലാവരും നാടകം കളിക്കണം, ഞാനും നാടകം കളിക്കണം എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 10ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് നാടകം അങ്ങനെ വെറുതെ കളിക്കാൻ പറ്റുന്ന സാധനമല്ല. അത് ഒരു ഗുരുമുഖത്തുനിന്ന് പഠിക്കേണ്ടുന്ന കല തന്നെയാണ് നാടകമെന്ന് മനസ്സിലാവുകയും അങ്ങനെ നമ്മൾക്ക് ഗുരുക്കന്മാരെ തേടി പോവുകയും ആ ഗുരുവിൻ്റെ കീഴിൽ നാടകം അഭ്യസിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നാടകത്തെ സഗൗരവം വീക്ഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. അത് ഇപ്പോൾ 7ാം ക്ലാസ് തൊട്ടിട്ട് നാടകം തുടങ്ങിയിട്ടുണ്ടെങ്കിലും 10ാം ക്ലാസ് മുതലാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് നാടകം ചെയ്യാൻ തുടങ്ങിയത്. ചേച്ചി എത്രാമത്തെ വയസ്സ് തൊട്ടാണ് ചേച്ചി നാടകം അഭിനയിച്ച് തുടങ്ങിയത്? 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. ചേച്ചിക്ക് എങ്ങനെ ഇതിനോടുള്ള താല്പര്യം സ്റ്റാർട്ട് ചെയ്തത് എപ്പോൾ തൊട്ടാ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ താല്പര്യം ഇല്ലായിരുന്നു. നാടകത്തിനോട് താല്പര്യം ഇല്ല. എൻ്റെ ചേച്ചിമാരൊക്കെ ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പൊ 2 എത്ര പേരുണ്ട് വീട്ടില്? ഞങ്ങൾ 8 മക്കളാണ്. 4 പെണ്ണും 4 ആണും. ഓക്കെ. അപ്പൊ ഈ 4 പേരും
2 ചേച്ചിമാരും ഒരു അനുജത്തിയ. 12 പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. 12 അല്ല 14 14 പ്രസവിച്ചാല് 8 ബാക്കിയുള്ളൂ. ഒരമ്മ 14 പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അതിശയല്ലേ? അതെ. അയ്യോ. അത് ഞാൻ പറയാം. ഈ അന്നത്തെ കാലത്തൊക്കെ ഈ അമേച്ചർ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ അത് നാടകത്തിൻ്റെ ഒരു ഗൗരവം പറഞ്ഞിട്ടൊന്നുമില്ല വരുന്നത്. അത് അവർക്കൊരു തൊഴിലാണ്, ഒരു വരുമാന മാർഗ്ഗമാണ്. അത് അന്നത്തെ ഒരുപാട് നടികളൊക്കെ അങ്ങനെയാണ്. നാടകത്തിന് വിളിക്കാൻ പോയാൽ കാശ് കിട്ടും. വേറെ ജോലിയൊന്നും ഇല്ലാത്തൊരു സമയത്ത് നാടകമാകുമ്പോൾ 2 റിഹേഴ്സലിന് പോകണം. അങ്ങനെ ഇവളുടെ മൂത്ത ചേച്ചിയൊക്കെ. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, പക്ഷെ അപ്പോഴും അന്നത്തെ കാലത്ത് നാടകത്തിൽ വരുന്നത്, സ്ത്രീകൾ നാടകത്തിൽ വരുന്നത് വളരെ കുറവല്ലേ? ഇല്ല, ആ കാലഘട്ടത്തിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഇവളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ആണല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഷാത്തയുടെ ഒക്കെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാ പെണ്ണുങ്ങളൊന്നും വരില്ല. ഇപ്പോൾ മുസ്ലിമിൻ്റെ ഇടയിൽ നിന്ന് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നാടകത്തിന് പോകുന്നത് ഒരു പൊട്ട രീതിയിൽ നോക്കിക്കാണുന്ന ആ സമയത്തൊക്കെയാണ് വേണ്ടത്. പക്ഷേ നമ്മളെ ഭാഗത്തൊന്നും ഇല്ലെങ്കിൽ കാഴ്ചക്കാരുടെ ഭാഗത്താണ് അത് വരുന്നത്. ഒരു സ്ത്രീ രാത്രി നാടകം കളിക്കാൻ പോയിട്ട് മരിച്ചു വരിക. അപ്പോൾ ഇവരൊക്കെ നാടകം കളിക്കാൻ പോകുന്നത് ഒന്നുകിൽ അമ്മ കൂടെ ഉണ്ടാവും, ചേട്ടന്മാർ കൂടെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. സംരക്ഷണത്തോട് കൂടിയിട്ട് തന്നെ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിനയിക്കും. അത് ഇപ്പോൾ കുറേ നാടകങ്ങൾ അഭിനയിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അഭിനയം വരുമല്ലോ, ശീലം വരുമല്ലോ. അങ്ങനെ അഭിനയിക്കും. ഇവരുടെ മൂത്ത ചേച്ചി നല്ല ആർട്ടിസ്റ്റാണ്. തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചത് ചേട്ടൻ. ചേച്ചിയുടെ പേരെന്താ? മൂത്ത ചേച്ചിയുടെ പേര് മേഴ്സി. പിന്നെ ഒരു ജെസ്സി, അവരും നല്ല നടി തന്നെയായിരുന്നു. അവരൊക്കെ ഇപ്പോൾ അഭിനയം നിർത്തി. 3ാമത്തെ നടി ഇവൾക്ക് ഒരു അനിയത്തിയുണ്ട്. അവരൊന്നും പിന്നെ അഭിനയിക്കാനൊന്നും പോയിട്ടില്ല. അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തലേ വന്ന് പെട്ടത്. എങ്ങനെ ആ സ്റ്റോറി ഒന്ന് ഷെയർ, ചേച്ചി ഒന്ന് പറയാവോ? അത് ഞാൻ പറയാം. ചേച്ചി ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കും. പാവം മിണ്ടാതെ അവിടെ ഒരിടത്തിരിക്കുക. അത് പറഞ്ഞാൽ അത് ശരിയാവില്ലേ? അതെന്താ വെച്ചാൽ ഈ ഞാനിങ്ങനെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചുള്ളത് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല കല്യാണം. അതായത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചോരത്തിളപ്പിൻ്റെ സമയമാണത്. ആ സമയത്താണ് ഇവള് നാടകത്തിൽ അഭിനയിക്കാൻ വരുന്നതും പരിചയപ്പെടുന്നത്. അതിൻ്റെ മുമ്പേ കുട്ടിയായിട്ട് അഭിനയിക്കുമ്പോൾ ഇവളുടെ ചേച്ചിയുടെ കൂടെ ഇവള് നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ വന്നപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ വിട്ടുപോയി. പിന്നെ അതിന് ശേഷം ആണ് ഞങ്ങളൊരു നാടക സമിതിയിൽ ഇവർ അഭിനയിക്കാൻ വരുന്നത്, അമ്മയുടെ ഒപ്പം വരുന്നു. അപ്പോൾ ഇവർ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല വീട്ടിൽ, ആങ്ങളമാരൊന്നും. തുറന്ന് പറയാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം വരുമാനം നൽകും. അപ്പോൾ അങ്ങനെ പല ആലോചനകളും വരുന്നുണ്ട്. സംസാരത്തിൻ്റെ ഇടയിൽ നിന്ന് മനസ്സിലായതാണ്. പല ആലോചനകളും വരുന്നുണ്ട്. അപ്പോൾ ആങ്ങളമാർക്ക് ഇഷ്ടാവില്ല, മറ്റേ കല്യാണം അങ്ങനെ നീ ഇവിടെ നിൽക്ക്, നാടകം കളിക്കുക എന്നുള്ളൊരു നിലപാടാണ്. അങ്ങനെ ഇവരൊരു തീരുമാനം എടുക്കുകയാണ് ഇവിടെ കന്യാസ്ത്രീ ആയി പോവാം. അപ്പോൾ അത് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം മനുഷ്യൻ സന്യസിക്കാനുള്ളതല്ല എന്നൊക്കെയുള്ളൊരു അങ്ങനെ ഞാൻ ചോദിച്ചതാണ്. എന്നാൽ ഞാൻ കല്യാണം കഴിക്കട്ടെ. അത് വേണം ചോദിച്ചതല്ല. പിറ്റേ ദിവസം രജിസ്റ്റർ മാരേജാണ്. ഒരു തയ്യാറെടുപ്പില്ലാതെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ നാടകം കളിക്കാൻ പോവുകയാണ്. 36 വർഷം എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ചേച്ചി? ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പണക്കാരൻ ഇപ്പോൾ ഏതെങ്കിലും കന്യാസ്ത്രീ മഠത്തിൽ തലയിൽ തട്ടോട്ടിട്ട് നടക്കുന്നുണ്ടാവും. സുഖങ്ങളൊന്നും കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ വിഷമമൊന്നുമില്ല. ചേച്ചി ആദ്യം അഭിനയിച്ച നാടകം, ചേച്ചിയുടെ ഒരു ഓർമ്മയിൽ ഒരു ബാക്ക് സ്റ്റോറി എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യമായിട്ട് അഭിനയിച്ചൊരു നാടകം? അമേച്ചർ നാടകം ചേച്ചി അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ നാടകങ്ങൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേച്ചിയുടെ കല്യാണം ശരിയായി. അപ്പോൾ അവരുടെ വീട്ടുകാർക്ക് ചേച്ചി നാടകം അഭിനയിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഈ നാടകക്കാരുടെ നമ്മൾ അഡ്വാൻസ് മേടിക്കും, പിന്നെ പഠിക്കുന്ന റിഹേഴ്സലിനൊക്കെ കുറച്ച് പോയതാണ്. അപ്പോൾ അവർ പറഞ്ഞു നാടകം എന്തായാലും നടത്തി കൊടുക്കണമല്ലോ. അപ്പോൾ ചേച്ചി അല്ലെങ്കിൽ അഞ്ചത്തി വരണമെന്ന്. അപ്പോൾ അങ്ങനെ പോയി അഭിനയിച്ചു. 2-3 അമേച്ചർ നാടകങ്ങൾ കളിച്ചു. എന്ത് കഥാപാത്രമായിരുന്നു ചേച്ചി അപ്പോൾ ചെയ്തത്? അത് തേരോട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നാടകത്തിൽ. അതൊന്നും ഓർമ്മയില്ല ഇപ്പോൾ. അന്ന് കുറേ ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു, ബുക്ക് പ്രിന്റ് നാടകങ്ങളുണ്ടായിരുന്നു. CL ജോസിൻ്റെ അങ്ങനെ കുറേ നാടകങ്ങളുണ്ടായിരുന്നു. പിന്നെ രഘുനാഥിൻ്റെ അങ്ങനെയൊക്കെ അമേച്ചർ നാടകങ്ങൾ ബുക്കുകൾ ഇറങ്ങി. അപ്പോൾ ലൈബ്രറി പോയിട്ട് ബുക്ക് എടുത്തുകൊണ്ട് അതാണ് ഈ വായനശാലയും കാര്യങ്ങളൊക്കെ കളിക്കും. പലയിടത്തും നമ്മൾ ആ കഥാപാത്രം ചെയ്യേണ്ടത്. ഇവര് റിഹേഴ്സലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം പലവട്ടം കളിച്ച കഥാപാത്രമായിരിക്കും വിളിക്കുക. അപ്പോൾ കഥ കളിക്കുക, ആളെ വിളിച്ചു വിട്ടുന്ന പോലെ ഇന്ന ദിവസം നാടകം എന്ന് പറഞ്ഞാൽ അവർ വന്നുകൊണ്ട് കളിച്ചു പോക്കുള്ളൂ.
അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, അമേച്ചർ നാടകത്തിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് ഈ നാടകത്തിൽ ഭയങ്കര എനിക്കിങ്ങനെ നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകത്തിൽ അഭിനയിക്കുമല്ലോ, അപ്പം നമുക്കിങ്ങനെ ഡയലോഗുകൾ തരും. അപ്പോൾ അത് കാണാതെ പഠിക്കലായിരുന്നു പണി. വലിയ വലിയ ഡയലോഗുകളാണല്ലോ, അപ്പോൾ അത് അത്രയും തെറ്റാതെ പറയുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായി കൃത്യമായി എനിക്ക് അന്ന് തോന്നാറുണ്ടായിരുന്നു. എങ്ങനെ ഡയലോഗ്സ് ഒക്കെ മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര വലിയൊരു കഴിവല്ലേ ചേട്ടാ? നമ്മളത് ഡയലോഗുകൾ കാണാപ്പാഠം പഠിക്കില്ലല്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാണാപ്പാഠം പഠിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടില്ല, കാരണം അത്രയും പഠിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോയേനെ. അപ്പം അങ്ങനെ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല, നമ്മളതിന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിൽ ആക്കുക, അത് പഠിക്കില്ലല്ല. നമ്മളൊരു കഥാപാത്രത്തെ പഠിക്കുക, ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളുക, ആ കഥാപാത്രം എങ്ങനെയാണ് പറയേണ്ടത്. വിക്കുള്ള കഥാപാത്രമാണെങ്കിൽ ആ രീതിയിൽ പറയണം. വിക്ക് കൊണ്ട് ഒരു ടെക്സ്റ്റ് എഴുതാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ ടെക്സ്റ്റിൽ എഴുതാൻ പറ്റാത്ത ചില ശബ്ദങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളിലേക്ക് വരുന്നത് എങ്ങനെയാണ്, അത് ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നാടകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്, നമ്മൾ ആ കഥാപാത്രമാവുക. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നാടകം അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്തെങ്കിലും പറ്റി എന്തെങ്കിലും ഒരു അബദ്ധമോ അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡയലോഗ് മറന്നു പോകുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പറ്റും. നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കാവും. ചിലപ്പോൾ നമ്മൾ ബ്ലൈൻഡായി പോകും. ചെവിയിലുള്ളിലൊക്കെ ഒരു ചെറിയ കീ ശബ്ദം കേൾക്കും. ചിലപ്പോൾ ആൾക്കാരൊക്കെ ഡയലോഗ് പറഞ്ഞു തരുന്നുണ്ടാവും, നമുക്ക് കേൾക്കില്ല, മൊത്തം ഇരുട്ടായിരിക്കും, കറക്റ്റ് ഇടുക നിവൃത്തിയുള്ളൂ. അങ്ങനെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. രണ്ടുപേരും കൂടെ നാടകം കളിച്ച സമയത്ത് എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാമോ? നല്ല ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുക, 8 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ നാടകങ്ങൾ പിന്നെയും നിൽക്കുക കളിക്കാൻ, പ്രൊഫഷണൽ നാടകമല്ലേ. അപ്പോൾ അതുപോലെ ആ സീനിൽ എന്നെ അടിക്കണ ഒരു സീനുണ്ട്. വില്ലൻ കഥാപാത്രമാണ് ഏട്ടൻ, ഞാനത് ഒരു ചേട്ടത്തിയാരായിട്ട്. അപ്പോൾ വനയാണ് സാക്ഷരത, അക്ഷരങ്ങൾ എഴുതി പഠിച്ച്, അപ്പോൾ ചട്ടയും മുണ്ടൊക്കെ വേഷം. അപ്പോൾ വയറൊന്നും അങ്ങനെ അത് അറിയില്ല. എന്നാലും ക്ഷീണവും 8 മാസമായതല്ലേ, ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ കളിക്ക് 2 കളി 3 കളിയൊക്കെ അന്ന് കളിക്കും നാടകം. ഇപ്പോഴല്ലേ ലൈറ്റ് പാടില്ല, മൈക്ക് പാടില്ല എന്നൊക്കെ പറയും. അന്ന് അങ്ങനെ കളിക്കണോണ്ടിരിക്കുന്ന ഇടയിൽ അടിച്ചു. പക്ഷേ ഞാൻ തിരിഞ്ഞത് ശരിയായില്ല, പെട്ടെന്ന് അങ്ങനെ ഓർത്തില്ല. അടി ശരിക്കും കൊണ്ടു, അടിച്ചത്. ഞാൻ അങ്ങനെ തെറിച്ച് നമ്മളിങ്ങനെ വീഴുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കണം, ടൈം തെറ്റിപ്പോയി. അങ്ങനെ അടി ശരിക്കും കൊണ്ടു. ഞാൻ ഇങ്ങനെ വെച്ച് അടുത്ത തട്ടിയത് അവിടേക്ക് അങ്ങനെ തെറിച്ചു പോയി. അപ്പോഴേക്കും മൂപ്പര്, ഞാൻ പ്രഗ്നന്റ് കൂടെ അപ്പൊ പേടിയായി. എനിക്ക് പിന്നെ ഡയലോഗ് ഇല്ല, ഞാൻ വീടിന് പതുക്കെ എഴുന്നേറ്റ് അങ്ങനെ വരുന്ന ഒരു സീനാ. അങ്ങനെ ഞാനത് ഇതായി, ആള് അതിൽ നിന്നൊക്കെ വിട്ടുപോയി, ഞാൻ തെറിച്ചു പോയില്ലേ, അത് കാരണം അത് ബുദ്ധിമുട്ടായി. അതൊക്കെ പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെന്നുള്ള ഇതുണ്ടല്ലോ, അത് യന്ത്രമല്ലല്ലോ, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ചേട്ടാ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചേട്ടൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ് ലാൽ ജോസ് സാർ സിനിമയിലേക്ക് വിളിച്ച കഥ. ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് സിനിമയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് വിചാരിച്ചും എങ്ങനെയെങ്കിലും അത് മാനേജ് ചെയ്ത് എത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ ചേട്ടൻ എന്താ ആ സമയത്ത് വേണ്ട എന്ന് പറയാനുണ്ടായിരുന്നു? അത് സിനിമയോടുള്ള ഇഷ്ടക്കേടുകൊണ്ടൊന്നല്ല വേണ്ടെന്ന് പറഞ്ഞത്. സിനിമ ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാരുള്ളത്. നാടകത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ കിട്ടിയിരുന്നെങ്കിൽ എന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനെക്കുറിച്ചുള്ള അന്വേഷിക്കാനൊന്നും പറ്റിയില്ല. അന്വേഷിച്ച് പോവുക, അതിന് സിനിമയ്ക്ക് വേണ്ടി അലയുക, അതൊന്നല്ല. നമ്മൾ സ്ഥിരം നാടകം കളിക്കുന്നുണ്ട്, ദിവസം നാടകം എല്ലാ ദിവസവും. അത് ഒരു അവാർഡ് ഫംഗ്ഷനിലായിരുന്നു. അത് അവാർഡ് ഫംഗ്ഷൻ ഇവിടെ ഷൊർണൂർ, പലവട്ടം പറഞ്ഞുള്ളതാണ്, ലാൽ ജോസും പറയണ്ടായിരുന്നു. അങ്ങനെ ഒരു അവാർഡ് വിതരണത്തിന് ചടങ്ങിന് അദ്ദേഹം വന്നതാണ്. അപ്പോൾ ഒരു നിമിത്തമായിട്ട് വന്നു പോയതാണ്. അദ്ദേഹം അവിടെ ഷൊർണൂർ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയായിരുന്നു. ഡോക്ടർമാരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതാണ് അത്. അപ്പോൾ അതൊരു നിമിത്തമാണ്, അല്ലെങ്കിൽ വൈകാണ്ട് എടുക്കുന്ന ആൾ വരണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ ഈ ക്ലാസ്മേറ്റ്സൊക്കെ ഹിറ്റായിട്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് എനിക്ക് പോയി അവാർഡ് വാങ്ങി, ഞാൻ എൻ്റെ പാട് നോക്കി പോയി. എനിക്കറിയില്ല ലാൽ ജോസിനെ, എനിക്കതൊന്നും അറിയില്ല. ഞാൻ കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയില്ല, എപ്പോഴും ഇല്ല അത്. അപ്പോൾ എൻ്റെ ആ മൂമെൻറ്റ് ഇഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. എൻ്റെ ആ ഒരു വന്ന് പോകുന്ന ആ ഒരു മൊമെൻറ്റ്, അതൊരു ദീർഘവീക്ഷണമുള്ള ഒരു ഡയറക്ടർ ആയതുകൊണ്ടാണത്. പക്ഷെ അതിന് ശേഷം ഞാൻ കുറേ സിനിമയ്ക്ക് ശേഷം വളരെ പ്രശസ്തമായിട്ടുള്ള സംവിധായകരും എനിക്ക് മേക്കപ്പ് ടെസ്റ്റ് മറ്റു ഒക്കെ വേണ്ടി വന്നു. പക്ഷേ ഈ ഒരു ഡയറക്ടർക്ക് അങ്ങനെ ഒരു കഥാപാത്രം ഇയാളെ ഒരു നടത്തം കൊണ്ട് മനസ്സിലായി എന്നുള്ളത് അയാളുടെ വീക്ഷണത്തിൻ്റെ ഒരു. അദ്ദേഹം പിന്നെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തല്ലോ, അത് ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞതിന് ശേഷം. അത് എന്താ വെച്ചാൽ അയാൾ എന്നിട്ട് വിളിക്കാൻ വേണ്ടി ഫോൺ നമ്പറൊക്കെ വന്നു. ഞാൻ വിളിച്ചില്ല പറഞ്ഞാൽ അയാൾ തിരക്കുള്ള ആളല്ലേ, നമ്മൾ വിളിച്ചിട്ട് ഒരു ശല്യമായിട്ടില്ല, അവർ വിളിച്ചില്ല. 2 മാസമായിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കുക. അങ്ങനെ ഈ ഷൊർണൂർ ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് വരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ നാടകമില്ലാത്തൊരു പകൽ, രാത്രിയാണല്ലോ നാടകം, പകൽ വരാം സാർ എന്ന് പറഞ്ഞിട്ട് പോയി. എന്താ പറയുക,
അങ്ങനെ സംസാരിച്ച് സിനിമയിൽ അഭിനയിക്കുക താല്പര്യമുണ്ട് എനിക്ക്. ഞാൻ പകൽ വന്ന് അഭിനയിക്കാം, രാത്രി ഞാൻ നാടകം കളിക്കാൻ പോകും. കാരണം അത് എല്ലാ ദിവസവും നാടകമുണ്ട്. അത് പറ്റില്ല. ആദ്യത്തെ കുറച്ച് ദിവസം ഗൾഫിലാണ് ഷൂട്ട്. അങ്ങനെ പറ്റില്ല എന്നിട്ട് അവിടെ അവസാനിപ്പിച്ചു. അദ്ദേഹം അവിടെ നിന്ന് പോയി. അബ്രോഡ് ആയതുകൊണ്ട് ഗൾഫിലായത് കാരണമാണോ? അല്ല, ഇവിടെ വിട്ടു പോകാൻ പറ്റില്ല. എല്ലാ ദിവസവും നാടകമല്ലേ. അത് പെട്ടെന്ന് ഒരാൾക്ക് കയറി ചെയ്യാൻ പറ്റാത്ത വേഷമാണ് ഞാൻ ചെയ്യുന്നത്, സെൻട്രൽ ക്യാരക്ടർ. അയാൾ അവിടെ നിന്ന് എനിക്ക് പോയി. അപ്പോഴാണ് കൂടെ നിൽക്കുന്നവരൊക്കെ എന്നെ വല്ലാതെ എന്ത് മനുഷ്യനായിട്ട് താൻ മറ്റേതാണ് മനസ്സിലാണ്. എന്നിട്ട് പിന്നെ അത് തിരിച്ചു വന്നിട്ടാണ് അങ്ങനെ ഒരു ഭയം വെച്ചത്, നമുക്ക് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെച്ചിട്ട് തൽക്കാലം പഠിപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ മുതലാളിയോട് ചോദിക്കട്ടെ. അങ്ങനെ അവരോട് ചോദിച്ചു. അവർ വേറൊരു നടനെ കണ്ടെത്തി. ഒരു 8-9 ദിവസം ഞാൻ കൂടെ നടന്ന് പഠിപ്പിച്ചു. നാടകം പഠിപ്പിച്ചു. അയാൾ കളിക്കുന്നത് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ സിനിമയിലേക്ക് പോയത്. ഞാനങ്ങനെ അറബിക്കഥയുടെ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ നാടകത്തിൽ തന്നെ പോവാം. അങ്ങനെ സിനിമ സ്ഥിരം കിട്ടുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നാടകം ബാക്കി കുറേ കിടക്കുക. അങ്ങനെ ഗൾഫിൽ ഷൂട്ട് കഴിഞ്ഞു, നേരെ വീട്ടിൽ വന്നു, പെട്ടി മാറ്റി നാടക ഡ്രസ് ഇട്ട്. ഇവിടെ തൃപ്രയാറായിരുന്നു നാടകവണ്ടി ഉണ്ടായിരുന്നത്. തൃപ്രയാർ നാടകവണ്ടിയിൽ എന്നാൽ പോവില്ലെന്ന് വെച്ചാൽ കയറുന്ന നേരത്താണ് അതിൻ്റെ പ്രൊഡ്യൂസർ പറയുന്നത്, വേണ്ട ഇനി ശിവജി കയറണ്ട, സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ വണ്ടിയിൽ കയറിയിട്ട് ഗുരുവായൂർ വന്ന് ഇറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ പോലും അവർ സമ്മതിച്ചില്ല. കാരണം വണ്ടിയിൽ ശിവജിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ശിവജി കളിക്കണം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാത്തൊരു, അപ്പോൾ അന്ന് പുള്ളി നാടകം കളിക്കാൻ പോകുന്നുണ്ട് വേറെ സമിതിയിൽ. അങ്ങനെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ചുറ്റുവട്ടം നാടകം കളിക്കും. എനിക്ക് ആകെ ഒരു ഭ്രാന്ത് പോലെയൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കളിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഭ്രാന്ത് നിന്നുകൊണ്ട് ഒഴിവായി കിട്ടി. നാടകം കളിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ കഥാപാത്രം ഇപ്പോഴും മനസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകാണ്ട് ഇങ്ങനെ നിൽക്കണം. നമ്മളൊരു നാടകം കളിച്ച് വന്ന് അത് അവസാനിപ്പിച്ചു. ആ കഥാപാത്രങ്ങളൊക്കെ അവിടെ അഴിച്ചു വെച്ച് അതൊന്നൊരു റിലീസാവുന്നൊരു സംഭവമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നാടകം കുറേ കണ്ട് കളിച്ച് വരുമ്പോൾ ഞാൻ ആ കഥാപാത്രം ജീവിതത്തിൽ അങ്ങനെ ആയിപ്പോവും. പലരും ചോദിക്കും ഇതെന്തെങ്ങനെ നടക്കുന്നത്, ആ കഥാപാത്രം നടക്കുന്ന പോലെ നടക്കുക. അതങ്ങനെ അറിയാണ്ട് ഇങ്ങനെ വന്നു പോകേണ്ടതാണ്. അതിപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുന്നു. ഇപ്പോൾ അറബിക്കഥ ഇറങ്ങി, അറബിക്കഥ ഹിറ്റായി. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ആരെങ്കിലും ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ അവരെ വെച്ചിട്ട് അങ്ങനെ തുടർന്ന് പോകുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അറബിക്കഥ വിജയിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും വരില്ല. കാരണം ഇപ്പോൾ അടുത്തൊരു സിനിമയിൽ കാസ്റ്റിംഗ് സമയത്ത് ഇന്ന കഥാപാത്രം ഇന്നാൾ, അപ്പോൾ പിന്നെ ശിവജി ഗുരുവായൂർ ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്? ശിവജി ഗുരുവായൂർ അറബിക്കഥ പറഞ്ഞത് അറബിക്കഥ വിജയിച്ചിരുന്നു. നേരെ വെച്ച ഒരു പൊട്ടിയ സിനിമയുടെ പേര് പറഞ്ഞിട്ട് പൊട്ടിയ സിനിമ പിന്നെ അയാൾക്കൊരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ വിജയിച്ച സിനിമയുടെ ഭാഗമായാൽ നമ്മൾ തുടർന്ന് പോകും എന്നുള്ളൊരു നിലപാട് സിനിമ രംഗത്തുണ്ട് തോന്നുന്നു എനിക്ക്. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. എമ്പുരാൻ അവസാനിക്കുന്നത് എമ്പുരാൻ 3 കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. അത്രയും വലിയൊരു കഥയാണ്, അത് 3 തവണയായിട്ട് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ചേട്ടൻ എമ്പുരാൻ 3 ഉണ്ടാവുമോ? ഉണ്ടാവേണ്ടതാണ്. കാരണം ഈ മേടയിൽ രാജൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനൊരു ഫിനിഷിങ് കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഉണ്ടാവണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എമ്പുരാൻ 3 നമുക്ക് പ്രതീക്ഷിക്കാൻ ചേട്ടനെ. ഓക്കെ, അപ്പോൾ ചേട്ടാ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചേട്ടനായിരുന്നു നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ സൂര്യ കോമഡി സ്റ്റാർട്ട് ചെയ്തിട്ട് 8 വർഷം തികയുകയാണ്. അപ്പോൾ നമ്മുടെ 8th ആനിവേഴ്സറി ആണ്. 8th ആനിവേഴ്സറി പ്രമാണിച്ചുള്ള നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു ചേട്ടൻ. അപ്പോൾ നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ഒരു വിഷസ് പറയുമോ? വളരെ സന്തോഷം. ഒരു സിനിമാക്കാരൻ്റെ ഒരു പരിവേഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നെങ്കിലും നമ്മൾ ഏറെ സംസാരിച്ചത് നാടകത്തെക്കുറിച്ചാണ്. നാടകത്തെക്കുറിച്ച് നാടകക്കാരെ ഇതേപോലെ ഇൻ്റർവ്യൂവിൻ്റെ മുഖത്തേക്ക് കൊണ്ടുവരുന്നതൊക്കെ വളരെ കുറവാണ്. എനിക്ക് നാടകത്തെക്കുറിച്ച് കുറേ കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞതിന് വലിയ സന്തോഷം. ആ ഒരു സന്തോഷം ഞാൻ എൻ്റെ എല്ലാ നാടക സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുകയാണ്. സൂര്യ കോമഡിയുടെ 8ാം വർഷത്തിലെ 8 വർഷം കേരളത്തെ അല്ലെങ്കിൽ ലോക ജനതയൊക്കെ ചിരിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രോഗ്രാം 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. 8ാം വർഷത്തിൽ ഈ കോമഡിയൊന്നും ചെയ്യാത്ത എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സൂര്യ കോമഡി കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹാശംസകൾ. ഓക്കെ ചേട്ടാ, ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്കും ചെറിഷ് ചെയ്യാനുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. ഒരുപാട് നേരം ചേട്ടനോട് സംസാരിക്കാനും ചേച്ചിയുടെയും കുറേ വിശേഷങ്ങൾ നമുക്കറിയാൻ പറ്റി. ചേച്ചി അധികം സംസാരിക്കാത്ത ചേച്ചിയുടെ കുറേ വിശേഷങ്ങൾ ചേച്ചി കുറേ സംസാരിച്ചു. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഞങ്ങളുടെ ഫൺ ഫാലിമി ടീമിൻ്റെ വക കുറച്ചധികം സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസും. മൈ ചോയ്സ്. ഗിഫ്റ്റ്
സ്പോൺസേർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. കാലങ്ങൾ എത്ര മാറിയാലും ഒട്ടും മാറാതെ കേരള തനിമയോടും ശുദ്ധതയോടും കൂടി ലെസ് സോൾട്ടഡ് പ്രിസർവേറ്റീവ്സ് ഒട്ടും ആഡ് ചെയ്യാത്ത മാംഗോ പിക്കിൾ രുചി മാംഗോ. ഗ്ലോ ഓവർനൈറ്റ് വിത്ത് സാഫ്രൺ ആൻഡ് കോക്കനട്ട് ഓയിൽ ഗ്ലാമി ഓവർനൈറ്റ് ക്രീം. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ബൈ.